കോട്ടായി അപ്പുണ്ണിയേട്ടൻ വായനശാലയുടെ വാർഷിക പരിപാടികൾ സമാപിച്ചു. കുത്തനൂരിൽ ആരംഭിക്കുന്ന അപ്പുണ്ണിയേട്ടൻ വായനശാലയുടെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു. ലഹരിവിരുദ്ധ ഷോർട്ട് ഫിലിം ലഹരിയുടെ പ്രദർശനത്തോടെയാണ് സമാപന സമ്മേളനം ആരംഭിച്ചത്. കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ദേവദാസ് ഉദ്ഘാടനവും പുരസ്കാര വിതരണവും നിർവഹിച്ചു. മാതൃകാപരമായ സേവനം കാഴ്ചവെച്ച ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന വ്യക്തിത്വത്തിന് നൽകുന്ന അപ്പുണ്ണിയേട്ടൻ സ്മാരക പുരസ്കാരം തോമസ് അലക്സാണ്ടർ ഏറ്റുവാങ്ങി. അപ്പുണ്ണിയേട്ടൻ വായനശാല പ്രസിഡന്റ് ആർ റിൻസി അധ്യക്ഷത വഹിച്ചു. വായനശാല സെക്രട്ടറി അജേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്വാഗത സംഘം ചെയർമാൻ മഹേഷ് കുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കോട്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ സതീഷ്, പാലക്കാട് ജില്ലാ ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി എം.എ. ബക്കർ, ദയാ ചാരിറ്റബിൾ ട്രസ്റ്റ് സ്ഥാപക ചെയർമാൻ ഇ.ബി. രമേശ് എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. അപ്പുണ്ണിയേട്ടൻ സ്മാരക പുരസ്കാരം, മാത്തൂർ ഹരിദാസ് ശ്രേഷ്ഠ വിദ്യാലയ പുരസ്കാരം, പുളിനെല്ലി മുത്തുകർമ്മ ശ്രേഷ്ഠ പുരസ്കാരം, കുഴൽമന്നം പാഞ്ചാലി സ്മാരക കായിക പുരസ്കാരം, ലഹരിയിലെ അണിയറ പ്രവർത്തകർക്ക് ആദരം, അംഗൻവാടി അധ്യാപകർക്ക് യാത്രയയപ്പ്, മികച്ച വായനക്കാരി പുരസ്കാരം, 10 ദിന പരിപാടികളിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങളുടെ വിതരണം എന്നിവ ചടങ്ങിൽ നടന്നു. തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ കുഞ്ഞിലക്ഷ്മി, സോമദാസൻ, അനിൽ, നീലിമ കൊടുങ്ങല്ലൂർ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. കുഴൽമന്ദം ഏരിയയിൽ പൊതുവിലും കോട്ടായി ഗ്രാമപഞ്ചായത്തിന്റെ ഓരോ പ്രദേശങ്ങളിലും ഓരോ മനുഷ്യരിലും നിറഞ്ഞു നിന്ന ഒരു പൊതുപ്രവർത്തനായിരുന്നു ശ്രീ അപ്പുണ്ണിയേട്ടൻ. എന്നെയൊക്കെ ഈ രംഗത്തേക്ക് കൈപ്പിടിച്ച് ഉയർത്തിയതിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു ശ്രീ അപ്പുണ്ണിയേട്ടൻ. തീർച്ചയായിട്ടും ഒരു നിസ്വാർത്ഥ സേവനം, അർപ്പണ മനോഭാവം, കഠിനാധ്വാനം ഇതെല്ലാം കൈമുതലാക്കി തന്റെ വ്യക്തി ജീവിതത്തിന് യാതൊരു പ്രാധാന്യവും നൽകാതെ പൊതുപ്രവർത്തന രംഗത്ത് ഏകദേശം 5 പതിറ്റാണ്ട് കാലം നിറഞ്ഞു നിന്ന വ്യക്തിത്വമായിരുന്നു. സ്വാഗത സംഘം കൺവീനർ വിനീത സൂരജ് നന്ദിയും പറഞ്ഞു. നൃത്തങ്ങളും നാടൻപാട്ടും മിമിക്രിയും മറ്റ് കലാപരിപാടികളും അരങ്ങേറി. UTV ന്യൂസ്, പാലക്കാട്.